ഹായ് എവരിവൺ. സോ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ ഇന്ത്യയുടെ സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനാണ്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നമുക്ക് നേരത്തെ കഴിഞ്ഞ വർഷം വരെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ സെക്ഷൻ എയും സെക്ഷൻ ബിയും അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഫിസിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെക്ഷൻ എയിൽ നിന്ന് 35 ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സെക്ഷൻ ബിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ആ 15 എണ്ണത്തിൽ 5 എണ്ണം ഓപ്ഷണൽ ആണ്, 10 എണ്ണം മാത്രമാണ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ടോട്ടൽ 45 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫിസിക്സിൽ നിന്ന് ചോദിക്കുന്നത്. പക്ഷേ മക്കളെ, ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതായത് ഇനി സെക്ഷൻ ബി എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്സിൽ ടോട്ടൽ 45 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ 45 ക്വസ്റ്റ്യനും മസ്റ്റ് ആയിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. കെമിസ്ട്രിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വീണ്ടും അങ്ങനെ തന്നെയാണ്. ബയോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിലും സെക്ഷൻ ബി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇനി നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ കെമിസ്ട്രിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ് പോലെ തന്നെ 45 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 45 ക്വസ്റ്റ്യൻസിൽ 45ഉം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബയോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 90 ക്വസ്റ്റ്യൻസ് ആണ്. ആ 90 ക്വസ്റ്റ്യൻസും മസ്റ്റ് ആയിട്ടും കമ്പൽസറി ആയിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ സെക്ഷൻ ബി കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. അതേപോലെ ടൈമിന്റെ കേസ് പറയുകയാണെങ്കിൽ 180 + 20 മിനിറ്റ്സ് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. അതായത് 200 മിനിറ്റ്സ് ആയിരുന്നു നിങ്ങൾക്ക് ഈ 180 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കിട്ടിയിരുന്നത്. എന്നാൽ നിലവിലെ അപ്ഡേറ്റ് പ്രകാരം 180 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് 180 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതായത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours ആയിരിക്കും. സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പാറ്റേണിൽ, നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജിയിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ വീണ്ടും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.